സംസ്ഥാന സർക്കാരിന്റെ 4 വർഷത്തെ പ്രവർത്തനങ്ങളുടെ പ്രോഗ്രസ് റിപ്പോർട്ട് ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രകാശിപ്പിക്കും. സർക്കാരിന്റെ 4ാം വാർഷിക ആഘോഷങ്ങളുടെ സമാപന ചടങ്ങിലാണ് പ്രോഗ്രസ് റിപ്പോർട്ട് പ്രകാശനം. വി അരുൺ തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. അരുൺ, ഒരു മാസത്തോളം നീണ്ടുനിന്ന ആഘോഷങ്ങളുടെ സമാപനമാണ് ഇന്ന്. അവിടെ പ്രോഗ്രസ് റിപ്പോർട്ടായിരിക്കും ഹൈലൈറ്റ്, അല്ലേ? അതുതന്നെയാണ് ആര്യ. പ്രോഗ്രസ് റിപ്പോർട്ട് അവതരണം തന്നെയാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എല്ലാ വർഷവും പിണറായി സർക്കാരിന് ശേഷം സർക്കാരിന്റെ പ്രവർത്തനം വിശദമാക്കുന്ന പ്രോഗ്രസ് റിപ്പോർട്ട് ജനങ്ങൾക്ക് മുമ്പാകെ സമർപ്പിക്കാറുണ്ട്. സർക്കാർ ഏറ്റെടുത്ത പദ്ധതികൾ അതിൽ എത്രത്തോളം മുന്നോട്ട് പോകാനായി ഈ എന്തൊക്കെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇത്തരം കാര്യങ്ങളാണ് പ്രോഗ്രസ് റിപ്പോർട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമുള്ളത് സംസ്ഥാന സർക്കാരിന്റെ ഈ 4ാം വാർഷികാഘോഷ പരിപാടികൾ. 4 എന്ന് പറയുമ്പോൾ കഴിഞ്ഞ സർക്കാരിന്റെ 5 വർഷം കൂടി കൂട്ടി 9 വർഷമായാണ് സർക്കാർ അത് കണക്കാക്കുന്നത്. ആ വാർഷികാഘോഷ പരിപാടികളുടെ സമാപനവും ഇന്നാണ്. ഇത് രാവിലെ മറ്റ് 13 ജില്ലകളിലും ഉണ്ടായിരുന്നതുപോലെ ജില്ലയിലെ പൗരപ്രമുഖന്മാരുമായുള്ള മുഖ്യമന്ത്രി കൂടിക്കാഴ്ച രാവിലെ 10:30 ആരംഭിക്കും. ഉച്ചവർക്ക് 12:30 വരെയാണ് കൂടിക്കാഴ്ച. അതിന് തുടക്കത്തിൽ മുഖ്യമന്ത്രി ഇവരെ അഭിസംബോധന ചെയ്യുകയും ചെയ്യും. മറ്റു പ്രധാനപ്പെട്ട കാര്യമുള്ളത് ഈ ആഘോഷ പരിപാടികൾ വലിയ വിജയമെന്നാണ് സർക്കാർ വിലയിരുത്തുന്നത്. മേഖലാ യോഗങ്ങളും ഒക്കെ വലിയ വിജയമായി മാറി. പൊതുസമ്മേളനങ്ങൾ വലിയ ജനപങ്കാളിത്തമുണ്ട്. ഇന്നും സമാനമായ വലിയൊരു റാലി, LDF റാലി ഉണ്ടാകും. പുത്തിരിക്കണ്ടം മൈതാനത്ത് വൈകിട്ടാണ് മുഖ്യമന്ത്രി പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിക്കുകയും ഈ വാർഷികാഘോഷങ്ങളുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യുക. അതിന് മുന്നോടിയായി ഒരു വലിയ റാലിയും LDF സംഘടിപ്പിച്ചിട്ടുണ്ട്. രാവിലെ 10:00 പൗരപ്രമുഖന്മാരുമായുള്ള മുഖ്യമന്ത്രിയുടെ കൂടിക്കാഴ്ച ആരംഭിക്കും. തീർച്ചയായും വി അരുണാണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് രാഷ്ട്രീയ കേരളം ഏറെ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത് മുഖ്യമന്ത്രി അവതരിപ്പിക്കുന്ന പ്രോഗ്രസ് റിപ്പോർട്ടിലേക്കായിരിക്കും.